Hi friends, welcome to Shammy's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കരണ്ടി മുട്ട. എൻ്റെ അമ്മ തയ്യാറാക്കുന്ന സ്പെഷ്യൽ റെസിപ്പിയിൽ ഒന്നാണ് ഈ കരണ്ടി മുട്ട. പഴയ കാലത്തെ രീതിയിൽ ചെയ്തിരുന്ന ഒന്നാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കരണ്ടി മുട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല, സാധാരണ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന അത്രയും ഉള്ളി എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ്. സാധാരണ നമ്മൾ എടുക്കുന്ന അതുപോലെ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. എന്നാൽ ശരി, നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബൗളിലേക്ക് ഞാനിപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർക്കുകയാണ്. നേരത്തെ മാറ്റി വെച്ചിരുന്ന മല്ലിയില ചേർക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കുന്നതിന് പുറമെ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി മസ്റ്റായിട്ടും വേണം ഇതിന്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് ഇത്രയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരണ്ടി മുട്ടയ്ക്ക് വേണ്ട മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്കിനി കരണ്ടി മുട്ട തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കരണ്ടി മുട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കടായിൽ വേണം നമ്മൾ കരണ്ടി മുട്ട തയ്യാറാക്കാനായിട്ട്. ഇത് സാധാരണ ഒരു കരണ്ടിയുടെ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, ഇതുപോലുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ളത് നമ്മളിങ്ങനെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുമ്പോഴത്തേക്കും ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ചരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ബൗൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ കരണ്ടി മുട്ട തയ്യാറാക്കുന്നത് ഇതുപോലൊരു തവിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ വെച്ചാൽ മതിയാവും. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടാകും ഇതിൽ. പ്രത്യേകിച്ച് ഇതുപോലൊരു കരണ്ടിയിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കരണ്ടി മുട്ട വരുന്നത്. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. മറു സൈഡ് നല്ലതുപോലെ കുക്കായിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരണ്ടി മുട്ടയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പോൾ ഇതല്ലാതെ ഇനി വേറൊരു രീതിയിൽ ചെയ്യുന്ന ഒരു കരണ്ടി മുട്ട കൂടെ ഉണ്ട്. പക്ഷേ അത് വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ്. അത് വെച്ചിട്ട് നമുക്ക് എഗ് കറിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമ്മീസ് കിച്ചൻ.